ഹായ് ഫ്രണ്ട്സ്, പവിത്ര സീരിയലിൻ്റെ പുതിയ എപ്പിസോഡിലെ മാഷിനെ കാണാതായ വിവരം വേദയുടെ അച്ഛനോടും അമ്മയോടും ക്ഷേത്രത്തിൽ വെച്ച് വിശദീകരിച്ച് പറയണേ. വേദയും കമലയും കൂടെ ഇവിടുത്തെ സ്റ്റേഷനിലേക്ക് ആ കേസ് വന്നിട്ടുണ്ട്. അപ്പോൾ ശങ്കരനാരായണൻ ചോദിക്കും, ഞാൻ SP വിളിക്കണോ? വേദ പറയും, വേണ്ട, ഞാൻ ചക്രവാണി സാറുമായിട്ട് കോണ്ടാക്ട് ചെയ്യിപ്പിച്ചിട്ടുണ്ട്. അങ്ങനെ പത്മം പറയും, ഞാൻ മാഷിൻ്റെ പേരിൽ ഒരു പുഷ്പാഞ്ജലി കഴിപ്പിച്ചിട്ടുണ്ട്. നാളെ കമല പേടിക്കണ്ട, മാഷ് തിരിച്ചു വരും. കമല പറയും, ഞാൻ ഇന്നു മുതൽ ഈ ക്ഷേത്രത്തിലെ മാഷ് വരുന്നത് ഒരു ഉപവാസത്തിനിരിക്കാൻ തീരുമാനിച്ചിരിക്കുകയാണ് എന്നൊക്കെ പറഞ്ഞിട്ട് കരഞ്ഞുകൊണ്ട് തന്നെയാണ് അകത്തേക്ക് പോകുന്നത്. അവർ പോയി കഴിഞ്ഞാൽ പത്മം പറയും, പാവം ആകെ ഉലഞ്ഞു പോയല്ലേ. ശങ്കരനാരായണൻ പറയും, അതെ, സുധാകരൻ മാഷില്ലാതെ അവർക്കൊരു ജീവിതം ഉണ്ടാവില്ല, അതാ കാര്യം. അതിനുശേഷം പിന്നീട് കാണിക്കുന്നത് ക്ഷേത്രത്തിൽ പോയിട്ട് അമ്മ ഇങ്ങനെ മനസ്സുരുകി പ്രാർത്ഥിക്കുക കേട്ടോ. അവിടുന്ന് കട്ട് ചെയ്തിട്ട് പിന്നീട് കാണിക്കുന്നത് ശ്രീജയും അപ്പം മോളും കൂടെ പാക്കറ്റൊക്കെ പാക്ക് ചെയ്യാണ്. പക്ഷെ പണിയൊന്നും തുടങ്ങിയിട്ടില്ല. നന്ദിനി വന്നിട്ട് വയ്ക്കും, പണിയൊന്നും തുടങ്ങിയില്ല ശ്രീചേട്ടത്തി. ശ്രീജ പറയും, ഒരു താല്പര്യം തോന്നുന്നില്ല. അപ്പം നന്ദിനി പറയും, അതാ നന്നായത്, ലോൺ എടുത്തൊരു ബിസിനസ് തുടങ്ങിയിട്ട് ഒന്നും ചെയ്യാതിരിക്കുകയാണോ വേണ്ടത്. ശ്രീജ പറയും, അച്ഛൻ്റെ കാര്യത്തിൽ ഒരു തീരുമാനമില്ലാതെ ഒരു സമാധാനമില്ല. അച്ഛന് എങ്ങോട്ടെങ്കിലും പോയെന്ന് കരുതി ശ്രീചേട്ടത്തി സ്വന്തം സ്ഥാപനം പൂട്ടിയിട്ട് ദുഃഖാചരണം നടത്തണോ? ഇതിനൊക്കെ ആണിയായവളെ കൃത്യമായി ജോലിക്ക് പോകുന്നുണ്ടല്ലോ. അപ്പൊ ശ്രീചേട്ടത്തിക്ക് ചെയ്തൂടെ? ഒരാള് സ്ഥാപനം അടച്ചിടുന്നു, ഒരാള് രാവിലെ മുതൽ ഉപവാസത്തിന് പോയിരിക്കുന്നു. ഇതൊക്കെ കൊണ്ട് എന്ത് സംഭവിക്കാനാ ശ്രീചേട്ടത്തി? ശ്രീജയ്ക്കും, നീ എന്താ നന്ദിനി ഇങ്ങനെ സംസാരിക്കുന്നേ? നന്ദിനി പറയും, പിന്നെ ഞാൻ എന്താ വേണ്ടത്? ശ്രീജ പറയും, അച്ഛൻ ഇങ്ങനെ അമ്മയോട് പറയലും പറയാതെ എങ്ങോട്ടെങ്കിലും ഇറങ്ങി പോകുന്നു നിനക്ക് തോന്നുന്നുണ്ടോ? നന്ദിനി പറയും, പിന്നെ എന്തുണ്ടായി? വല്ല അപകടം ഉണ്ടായി എന്നാണോ ശ്രീചേട്ടത്തി കരുതുന്നത്? അങ്ങനെയൊന്നും ചിന്തിക്കില്ല നന്ദിനി. നന്ദിനി പറയും, ഞാൻ ചിന്തിക്കുന്നോണ്ട് ഒരു കുഴപ്പമില്ല. നാളെ ഒരു വാർത്ത പെട്ടെന്ന് കേൾക്കുമ്പോ ഞെട്ടിത്തരിക്കണ്ടല്ലോ. നമ്മൾ വിചാരിക്കുന്ന പോലെ അപകടമോ ആക്സിഡന്റോ ഒന്നും അച്ഛനുണ്ടായിട്ടുണ്ടാവില്ല. ഉണ്ടെങ്കിൽ അതറിയേണ്ട സമയം കഴിഞ്ഞില്ലേ. ഇനി എവിടെയെങ്കിലും കുഴഞ്ഞു വീണ് വല്ല അറ്റാക്കും വന്ന് തട്ടിപ്പോയതാണെങ്കിൽ പോലും നമ്മൾ അറിയേണ്ട സമയം കഴിഞ്ഞോ? ഇത് വെക്കുന്ന അപ്പുമോള് ഞെട്ടിപ്പോ. ശ്രീജയ്ക്ക് ദേഷ്യം വരും, നിന്റെ നാവ് നടക്കി വെക്കുന്നതിനെ. ഇനിയിപ്പോ എനിക്കായ കുറ്റം എന്റെ ശ്രീചേട്ടത്തി. ഞാൻ നിങ്ങളെപ്പോലെ അച്ഛൻ പോയി എന്ന് പറഞ്ഞിരിക്കല്ല. എന്തൊക്കെയാ സംഭവിക്കാൻ സാധ്യതയെന്ന് തലച്ചോറ് വെച്ച് ആലോചിച്ചുകൊണ്ടിരിക്കുക. മതി, നീ കൂടുതൽ ആലോചിക്കണ്ട എന്ന് ശ്രീജ പറയുമ്പോ നന്ദിനി പറയും, അതെങ്ങനെ പറ്റും? വീട്ടിലെ ഒരു പ്രധാനപ്പെട്ട ആളെയല്ലേ കാണാതെ പോയിരിക്കുന്നേ. എനിക്ക് തോന്നുന്നത് അച്ഛൻ ഈ പോക്ക് നേരത്തെ പ്ലാൻ ചെയ്തു എന്നാ. മുമ്പിടയ്ക്കൊക്കെ അച്ഛൻ ഇങ്ങനെയുള്ള യാത്ര ഉണ്ടായിരുന്നു, ഓർമ്മയില്ലേ? ശ്രീജ പറയും, ഒറ്റയ്ക്കുള്ള യാത്രയൊക്കെ അച്ഛൻ നിർത്തിയിട്ട് കാലം എത്രയായി? നന്ദിനി പറയും, എന്നാ അത് വീണ്ടും തുടങ്ങിയെന്ന് കരുതിയാൽ മതി. യാത്ര കഴിഞ്ഞ് അച്ഛൻ തിരിച്ചു വരുമ്പോഴേക്കും അമ്മയ്ക്കൊന്നും പറ്റാതിരുന്നാ മതി. ചെറിയ മരുമകളെ അമ്മയെ ഉപവസിക്കാൻ കൊണ്ടുപോയി ഇരുത്തി പോയിട്ടുണ്ടല്ലോ. തിരിച്ചു വരുമ്പോ ശ്രീചേട്ടത്തി ഒന്ന് ഉപദേശിച്ചു കൊടുക്ക്. ഞാൻ പറഞ്ഞാൽ ചിലപ്പോ തലേ കയറിന്ന് വരില്ല. മര്യാദയ്ക്ക് ആ പണിക്കാരിയെ വിളിച്ചു വരുത്തി ഇവിടുത്തെ പണി തുടങ്ങിക്കോ. വേണമെങ്കിൽ ഞാനും കൂടിക്കോളാം. അല്ലാതെ കടയും പൂട്ടി ദുഃഖം ആചരിച്ചുകൊണ്ടിരുന്നാലേ ലോൺ അടയ്ക്കേണ്ട സമയത്തെ തെണ്ടേണ്ടി വരും. പറഞ്ഞില്ലെന്ന് വേണ്ട എന്ന് പറഞ്ഞുകൊണ്ട് നന്ദിനി അവിടുന്ന് പോവാണേ. ശ്രീജ ആകെ സങ്കടത്തിൽ നിൽക്കുക. അവിടെ നേട്ട് ചെയ്തിട്ട് പിന്നീട് കാണിക്കുന്നത് വേദ ചക്രവാണി സാറെ കാണാനായിട്ട് ഓഫീസിലെത്തിയിരിക്കുക. ആ പറയൂ. വേദ പറയും, സമൻസ് ശ്രീകാര്യം ശ്രീനിവാസിന് കിട്ടി. എന്താണ് ഹിയറിങ്സ്? വേദ പറയും, അടുത്ത ബുധനാഴ്ച. ചക്രവാണി സാർ പറയും, നന്നായി പ്രിപ്പയർ ചെയ്യൂ, കൂളായിട്ട് പ്രസന്റ് ചെയ്യൂ. അറിയാലോ, എതിർഭാഗം അത്ര നിസ്സാരമായിരിക്കില്ല. നാളെ താനൊന്ന് വീട്ടിലേക്ക് വാ. കേസിനെ കുറിച്ച് ഇനി നമുക്ക് അവിടെ വെച്ച് സംസാരിക്കാം. പ്രധാനപ്പെട്ട ഒന്നിനിറങ്ങുമ്പോ വളരെ സൂക്ഷിക്കേണ്ടത് നല്ലതാ. വേദ പറയും, മനസ്സിലായി സാർ. പിന്നെന്തായിടോ തന്റെ ഫാദർ ലോയുടെ കാര്യം? ഒരു വിവരമില്ല സാർ. അന്വേഷണം നടക്കുന്നുണ്ട്, ഒരു വിവരമില്ലെന്ന് പോലീസും പറഞ്ഞു. അപ്പോ ചക്രവാണി സാർ പറയും, അപകടം വല്ലതും ആണെങ്കിൽ നമ്മൾ അറിയേണ്ട സമയം കഴിഞ്ഞു. അല്ല, അങ്ങനെ ആവാതിരിക്കട്ടെ. വേദ പറയും, അല്ല സാർ, SP ആയിട്ടൊന്ന് കണക്ട് ചെയ്യാൻ എന്നെ ഒന്ന് സഹായിക്കുമോ? അപ്പോ ചക്രവാണി സാർ ചിരിച്ചിട്ട് പറയും, ജില്ലാ ജഡ്ജി ശങ്കരനാരായണന്റെ മകൾക്ക് സിറ്റിംഗ് SPയെ കോണ്ടാക്ട് ചെയ്യാൻ ഞാൻ വേണോ? വേദ പറയും, അച്ഛന്റെ മേൽവിലാസം ഉപയോഗിക്കേണ്ടെന്ന് കരുതിയിട്ടാ സാർ. അപ്പൊ സാറ് പറയും, അതിനെന്താ, ഞാൻ വിളിക്കാലോ. ഒപ്പം ആരെങ്കിലും പിടിച്ച് അയാളെ തടങ്കിൽ വെച്ചിരിക്കുകയാണെന്നുള്ള സംശയം ഉണ്ടെങ്കിൽ ഒരു ABS കോർപ്പസ് കൂടി മൂവ് ചെയ്യുന്നത് നല്ലതാ. പിന്നെ ആലോചിച്ചിട്ട് മതി. വേദ ഇങ്ങനെ ആലോചിച്ചിട്ട് പറയും, യെസ് സാർ. അങ്ങനെ വേദ അവിടുന്ന് പോവാ. അങ്ങനെ അതിനുശേഷം പിന്നീട് കാണിക്കുന്നത് വേദ ഇങ്ങനെ ബസ് ഇറങ്ങി വീട്ടിലേക്ക് നടന്നു പോവാട്ടോ. ഈ സമയം കുറച്ച് ആൾക്കാർ വേദയെ ശ്രദ്ധിക്കുന്നുണ്ടായിരുന്നു. വേദ ഒരു ആളൊഴിഞ്ഞ ഭാഗത്ത് എത്തിയെന്ന് കാണുമ്പോൾ ഇവർ വാനെടുത്ത് പോയി വേദയെ ബലമായി തട്ടിക്കൊണ്ടു പോവാണേ. വേദയാണെങ്കിൽ ബഹളം വെക്കാൻ ശ്രമിക്കുന്നുണ്ടെങ്കിലും അവരപ്പോഴേക്കും ആ വാനിൽ കയറി വേദയുടെ തലയിലൂടെ ഒരു കറുത്ത തുണിയിടാണ്. അങ്ങനെ ഒന്നും കാണാതിരിക്കാൻ വേണ്ടിയിട്ടാട്ടോ. പിന്നീട് ഫോണൊക്കെ അവർ വാങ്ങിക്കുന്നുണ്ട്. ഫോൺ വാങ്ങിച്ച ഒരാൾ അവിടെ തന്നെ ഇറങ്ങും. പിന്നെ ഫോണായിട്ട് അയാൾ പോകുന്നില്ല, കാരണം ലൊക്കേഷൻ ട്രാക്ക് ചെയ്യാൻ പറ്റുമല്ലോ എന്നുള്ളതുകൊണ്ടാട്ടോ. അങ്ങനെ പിന്നീട് കാണിക്കുന്നത് വേദയെ ഒരു വീടിനകത്ത് കൈയും കാലൊക്കെ കെട്ടിയിട്ടിരിക്കുകയാണ്. ഒരു ചെയറിൽ ഇരുത്തിയിരിക്കുകയാണ്. മുഖത്തൂടെ ആ കറുത്ത തുണി ഇട്ടിട്ടുണ്ട്. അപ്പം ഉണ്ടാവും അങ്ങോട്ട് ശ്രീകാന്തും ചന്ദ്രശേഖരനും കൂടെ വരുന്നത്. എന്നിട്ട് ശ്രീകാന്ത് ഒരു കസേരയിൽ വേദയുടെ മുന്നിൽ വന്നിരിക്കുകയാണ്. ശേഷം ആ മുഖത്തുള്ള തുണി മാറ്റാൻ പറയും. അത് മാറ്റുന്നതും വേദ ഇവരെ കണ്ട് ഞെട്ടിപ്പോവാ. ശ്രീയേട്ടാ, ചന്ദ്രനങ്ങളെ, നിങ്ങളെങ്ങനെ ഇവിടെ എത്തിയത്? ആരാ നിങ്ങളെവിടെ എത്തിച്ചത്?
അപ്പണ്ടാവും അവർ ചിരിക്കുന്നേ. വേദ ഞെട്ടും. ശ്രീയേട്ടാ, നിങ്ങളാണോ ഇതിനു പിന്നില്? അപ്പൊ ശ്രീകാന്ത് പറയും, അതേടി, എന്തേ, സംശയമുണ്ടോ നിനക്ക്? വേദ പറയും, ശ്രീയേട്ടാ നിങ്ങളെ? ശ്രീകാന്ത് പറയും, ഒരുപാട് തവണ ഞാൻ നിന്നോട് പറഞ്ഞു, അഭ്യർത്ഥിച്ചു, പല വഴികളിലൂടെയും ശ്രമിച്ചു, പക്ഷേ നീ എന്റെ വാക്ക് കേട്ടില്ല. അവസാനം ഞാൻ തീരുമാനിച്ച വഴിയാ ഇത്. നീ ഇനി തിരിച്ചു വീട്ടിലേക്ക് വന്നേ പറ്റൂ. വരെ മാത്രം പോരാ, ഞങ്ങൾ പറയുന്ന പോലെ പ്രവർത്തിക്കുകയും ചെയ്യണം. വേദ പറയും, 4 കൂലിക്കാരെ കൊണ്ട് വഴിയിൽ നിന്ന് എന്നെ പിടിച്ചുകൊണ്ട് വന്നിട്ട് എന്നെ അനുസരിപ്പിക്കാൻ കരുതിയോ? നിങ്ങൾക്ക് ഇപ്പോഴും വേദയെ മനസ്സിലായിട്ടില്ല. അപ്പോ ശ്രീകാന്ത് പറയും, നന്നായി മനസ്സിലായിട്ടുണ്ട് അല്ലേ അച്ഛാ? അപ്പോ ചന്ദ്രശേഖരൻ പറയും, പിന്നല്ലാതെ, ജനിച്ച അന്ന് മുതൽ കാണുന്നതല്ലേ ഇവളെ, നമുക്കറിയില്ലേ ഇവളെ. വേദയ്ക്ക് ദേഷ്യം വരും. ഈ ചെയ്യുന്നതിനുള്ള ശിക്ഷ എന്താണെന്നറിയോ? ശ്രീകാന്ത് പറയും, ഓ ഓ ഞങ്ങൾക്ക് അറിയണ്ട. നീ ഈ കാര്യം പറഞ്ഞ ഒരു പരാതി എവിടെയും കൊടുക്കാൻ പോകുന്നില്ല. വേദ പറയും, അത് നിങ്ങളുടെ വിശ്വാസം മാത്രമാണെങ്കിലോ? ആ, എന്റെ വിശ്വാസം തന്നെയാ. കാരണം നീ കാരണം ഒരു പാവൻ വൃദ്ധന്റെ ജീവൻ അപകടത്തിലാവില്ലെന്നേ നീ ചിന്തിക്കില്ല എന്നുള്ള വിശ്വാസം. വേദ ഞെട്ടിപ്പോവും. ആ വയസ്സൻ നിനക്ക് വേണ്ടപ്പെട്ട ഒരാളാവുമ്പോ, പ്രത്യേകിച്ച് സ്വന്തം അല്ലെങ്കിലും, ഒരു കൊല്ലത്തോളം നീ അയാളെ അച്ഛനല്ലേ വിളിക്കുന്നത്. അച്ഛൻ എന്ന് വേദ ഇങ്ങനെ സങ്കടത്തോട് പറയുമ്പോ, പേടിക്കേണ്ട മോളെ, ചത്തിട്ടൊന്നുമില്ല. ശ്രീകാന്ത് പറയും, പക്ഷെ ചാവണമെന്ന് നീയാ തീരുമാനിക്കേണ്ടത്. വേദ കരഞ്ഞിട്ട് പറയും, അരുത്, അച്ഛനൊന്നും ചെയ്യരുത്. അപ്പൊ ശ്രീകാന്ത് ഒരാളോട് ഇങ്ങനെ ആക്ഷൻ കാണിക്കുമ്പോ അയാൾ അകത്തു പോയിട്ട് ഒരു ലാപ്ടോപ്പ് എടുത്തുകൊണ്ട് വരികയാണ്. അങ്ങനെ വേദയ്ക്ക് മുന്നിലേക്ക് ആ ലാപ്ടോപ്പ് വെച്ചിട്ട് അതിലൊരു വീഡിയോ പ്ലേ ചെയ്യണേ. മാഷുണ്ടാവും നിലത്തിങ്ങനെ ബോധം കെട്ട് കിടക്കുന്നത്. ഇത് കാണുമ്പോൾ വേദയ്ക്ക് വലിയ സങ്കടമാവും. ശ്രീകാന്ത് പറയും, ഇതുവരെ ഒന്നും ചെയ്തിട്ടില്ല, ഇനി ചെയ്യണമെന്ന് നമുക്ക് ഇപ്പൊ തീരുമാനിക്കാം. വേദ ഇങ്ങനെ സങ്കടത്തിൽ നോക്കും. നിങ്ങൾ എന്താ അച്ഛനെ ചെയ്തിരിക്കുന്നത്, സത്യം പറ. അപ്പോഴേക്കും ലാപ്ടോപ്പ് ശ്രീകാന്ത് അങ്ങ് വാങ്ങിക്കും. ചന്ദ്രശേഖരൻ പറയും, പേടിക്കേണ്ട മോളെ, അച്ഛനെ ഒന്നും ചെയ്തിട്ടില്ല. ശ്രീകാന്ത് പറയും, ഇത്തിരി മയക്കുമരുന്ന് കുത്തിവെച്ചു, അല്ലെങ്കിൽ ബഹളം വെച്ച് എന്തെങ്കിലും ചെയ്താലും മെനക്കേട് വേണ്ടല്ലോ. വേദയ്ക്ക് ദേഷ്യം വരും. യു ആർ റാസ്കൽ, ഐ പിറ്റി യു. അപ്പോൾ ശ്രീകാന്ത് പറയും, ആയിക്കോട്ടെ, പക്ഷെ ഞാൻ പറയുന്നത് നീ അനുസരിക്കണം. വേദ പറയും, ഈ ചെയ്തതിന് നിങ്ങൾ സമാധാനം പറയും, ഞാൻ പറയിപ്പിക്കും. ശ്രീകാന്ത് അപ്പോഴും ചിരിച്ചിട്ട് പറയും, വേദമോളെ, നീ ഇവിടെ വന്നതിനോ കണ്ടതിനോ സംസാരിച്ചതിനോ യാതൊരു തെളിവുമില്ല. നിന്റെ മൊബൈല് അവിടെ വെച്ച് എടുത്തിട്ടുണ്ടോ, ഓർമ്മയുണ്ടോ? ടവർ ലൊക്കേഷൻ പ്രകാരം നീ ഇപ്പൊ ഇവിടെ ഇല്ല. ഇനി നീ കേസുമായിട്ട് വന്നാലും ഞാനും അച്ഛനും മറ്റൊരു ലൊക്കേഷനിലെ മറ്റൊരു മീറ്റിംഗിലായിരുന്നു എന്നുള്ളതിന് രേഖകൾ ഉണ്ടായിരിക്കും. പക്ഷെ അതിനു മുമ്പ് നിന്റെ വിക്രമിന്റെ തന്തയുടെ കാര്യം അവസാനിക്കും. വേദയ്ക്ക് അത് കേൾക്കുമ്പോൾ മാത്രം ആകെ പേടിയാവും. നോ, അച്ഛനെ ഒന്നും ചെയ്യരുത്. ഇല്ല, പക്ഷെ നീ വിക്രമിനെ ഉപേക്ഷിച്ച് വീട്ടിലേക്ക് വന്നിരിക്കണം. നീ അതിന് സമ്മതിച്ചാൽ സുധാകരൻ മാഷ് ജീവനോടെ വീട്ടിലെത്തും. ഇനി നീ സമ്മതിച്ചില്ലെങ്കിലോ, ഇത് ആരോടെങ്കിലും നീ പറഞ്ഞാലോ, അപ്പോഴും മാഷ് വീട്ടിലെത്തിയിരിക്കും. പക്ഷേ കടപ്പുറത്ത് നിന്ന് അഴുകിയ നിലയിലാണെന്ന് മാത്രം. വേദ പറയും, എത്ര നീചരാണ് നിങ്ങൾ. ഈ നീചനായ നിങ്ങളാണോ വിക്രമിനെ തെമ്മാടിയെന്നും ഗുണ്ടെന്നും വിളിച്ച് ആക്ഷേപിക്കുന്നത്? നിങ്ങളെ അപേക്ഷിച്ച് വിക്രം എത്രത്തോളം നിങ്ങളെക്കാളും മുകളിലാണെന്നറിയോ? ശ്രീകാന്ത് പറയും, അതെടി, അത്ര മുകളിലുള്ള ആളുമായിട്ട് എന്റെ കുടുംബത്തിൽ ഒരാൾ ബന്ധം സ്ഥാപിക്കുന്നത് എനിക്ക് ഇഷ്ടമല്ല. എന്റെ വീട്ടുകാരി വന്ന് എന്നെ തല്ലാൻ അവനെ ധൈര്യം കാണിച്ച അന്ന് ഞാൻ തീരുമാനിച്ചതാ, നീ അവനുമായിട്ടുള്ള ബന്ധം എന്നേക്കുമായി അവസാനിപ്പിക്കുമെന്ന്. ഇനി ഞാൻ തീരുമാനിക്കുന്ന പോലെ നീ നടന്നാ മതി. വേദ സങ്കടത്തിൽ കരയും. ഒരു ദിവസം സമയം ഞാൻ തരും, അതിനുള്ളിൽ നീ തീരുമാനം പറഞ്ഞിരിക്കണം. നോ എന്നാണ് തീരുമാനമെങ്കിൽ പുറകിലെ മാവിൻ കൊമ്പിലെ ഒരു കഷ്ണം വെട്ടി കാത്തിരുന്നാ മതി. കത്തിക്കാൻ പാകത്തിന് അച്ഛനങ്ങ് എത്തിച്ചു തരാം. വേദ പൊട്ടിക്കരയാണ്. കൊണ്ടുപോടാ എന്ന് പറയുമ്പോ വേദയുടെ മുഖം മറിച്ച് വേദയെ വീണ്ടും അവരവിടുന്ന് കൊണ്ടുപോവാ. എന്നിട്ട് എവിടുന്നാണോ വേദയെ പൊക്കിയത് അവിടെ തന്നെ കൊണ്ടുപോയി ആക്കും. ശേഷം വേറെ ബൈക്കിൽ 2 ആൾക്കാർ വന്നിട്ട് വേദയുടെ ബാഗും ഫോണും കൊടുക്കും. അപ്പൊ തന്നെ അവരും പോവും. വേദയ്ക്ക് ആരെയും കാണാൻ പറ്റിയില്ല. അങ്ങനെ വേദ എന്ത് ചെയ്യണം എന്നറിയാതെ പെട്ടെന്ന് ഫോണൊക്കെ ഓണാക്കുന്നുണ്ട് കേട്ടോ. ഫോൺ ഓഫ് ആയിരുന്നു. ശേഷം പിന്നീട് കാണിക്കുന്നത് രാത്രി ഒരുപാട് ഇരുട്ടിയിട്ടുണ്ട്. കമല ഇങ്ങനെ പുറത്തേക്ക് നോക്കിയിരിക്കുകയാണേ. അപ്പം ഉണ്ടാവും ശ്രീജ കുറച്ച് ഷോപ്പറിൽ സാധനങ്ങളൊക്കെ ആക്കി വരുന്നേ. ഇതെന്താ മോളെ, അത് പാക്ക് ചെയ്ത പലഹാരം ബാക്കിയായി, അതാ ഇങ്ങോട്ട് എടുത്തേ. അമ്മ എന്താ ഇവിടെ വന്ന് നിൽക്കുന്നേ? വേദ വന്നില്ല. 8 മണിയായല്ലോ, ഇതുവരെ എന്താ വരാത്ത? അമ്മയ്ക്കൊന്ന് വിളിച്ചു നോക്കിക്കൂടായിരുന്നോ? അമ്മ പറയും, വിളിച്ചു, 6 മണിക്ക് മുന്നേ എത്തേണ്ട കുട്ടിയാണ്. ഇതിപ്പോൾ 8 മണിയായിട്ടും കാണുന്നില്ലല്ലോ. ഞാൻ 2-3 തവണ വിളിച്ചപ്പോഴും സ്വിച്ച് ഓഫ് ആണ്. അപ്പം നന്ദിനി പറയും, പേടിക്കൊന്നൊന്നുമില്ല, അപകടമൊന്നും പറ്റിയിട്ടുണ്ടാവില്ല. കമല പറയും, അതിന് ഞാൻ അപകടത്തെക്കുറിച്ചൊന്നും വിചാരിച്ചില്ലല്ലോ നന്ദിനി. നന്ദിനി പറയും, ഇല്ലേ, സാധാരണ ഇങ്ങനെയുള്ള സമയത്ത് വല്ല വണ്ടി തട്ടിയോ ആക്സിഡന്റ് ആയോ എന്നൊക്കെയല്ലേ ചിന്തിക്കുക, അതുകൊണ്ട് പറഞ്ഞതാ. ശ്രീജ പറയും, വെറുതെ ഓരോന്ന് പറഞ്ഞുണ്ടാക്കില്ലേ നന്ദിനി. നന്ദിനി പറയും, അയ്യോ, ഞാൻ പറഞ്ഞുകൊണ്ടൊന്നും സംഭവിക്കാൻ പോകുന്നില്ല, നമ്മളെ മനസ്സ് ചിന്തിക്കുന്ന രീതിയെക്കുറിച്ച് പറഞ്ഞതേ ഉള്ളൂ. അങ്ങനെ നിൽക്കുമ്പോഴായിരിക്കും വിക്രം ബൈക്കിൽ അങ്ങോട്ട് വരുന്നേ. എല്ലാവരുടെ മുഖത്ത് ടെൻഷൻ കാണുമ്പോൾ വിക്രം ചോദിക്കും, എന്താ അമ്മേ? അത് വേദ ഇതുവരെ വന്നില്ലടാ. വിക്രം ആകെ ഞെട്ടിപ്പോകുന്നുണ്ട്. നന്ദിനി പറയും, കുഴപ്പമൊന്നുമില്ല, നാളെ വല്ല കേസും ഉണ്ടാവും, അത് പഠിച്ചിരിക്കുകയായിരിക്കും. അപ്പൊ വിക്രം പറയും, അവളിത് നേരത്തെ ഇറങ്ങിയതാണല്ലോ. അപ്പൊ അമ്മ പറയും, ഈശ്വര, അപ്പൊ പിന്നെ ആ കുട്ടിയോടെ പോയി? വിക്രം ഫോണെടുത്ത് വിളിക്കുന്നുണ്ടെങ്കിലും കിട്ടുന്നില്ല. ഞാൻ അന്വേഷിച്ചിട്ട് വരാം എന്ന് പറഞ്ഞ് വണ്ടി കയറി പോകാൻ തുടങ്ങുമ്പോണ്ടാവും ഓട്ടോയിൽ വേദ അങ്ങോട്ട് വരുന്നത്. എന്തു പറ്റി?
എന്ന് വേദം അറിയാത്ത പോലെ പേടിയില്ലാത്ത പോലെ ചോദിക്കണേ. മോൾ എവിടെയായിരുന്നു? എനിക്കിത്തിരി പണിയുണ്ടായിരുന്നു അമ്മേ. വിക്രം ചോദിക്കും എവിടെ? വക്കീൽ ഓഫീസിലെ. വിക്രം പറയും എന്നിട്ട് വൈകിട്ട് ഞാൻ വന്നപ്പോ താൻ അവിടുന്ന് പോയി എന്നാണല്ലോ പറഞ്ഞേ. വേദയ്ക്കും എന്തിനാ ഓഫീസിലേക്ക് വന്നത്? വിക്രം പറയും അത് പറയാം, ആദ്യം ഞാൻ ചോദിച്ചതിന് ഉത്തരം പറ. നന്ദിനി ശരിക്കും ഈശ്വര ഒരു സംശയം മുളപൊട്ടാനുള്ള എല്ലാ സാഹചര്യവും ഉണ്ട്, ഒന്ന് കൊളാക്കി തരണേ. അപ്പൊ വേദ പറയും അത് പിന്നെ ഒരു കേസുമായി ബന്ധപ്പെട്ട് എനിക്കൊരു ക്ലയന്റിനെ കാണാണ്ടായിരുന്നു. വിക്രം ചോദിക്കും ഏത് ക്ലയന്റ്? വേദ പറയും സ്വാമിക്ക് എന്റെ ഏതൊക്കെ ക്ലയൻസിനെ അറിയാം. അമ്മയ്ക്കും നീ എന്താ വേദ ഒരുമാതിരി ചോദ്യം ചെയ്യുന്നേ? നന്ദിനി അറിയും എനിക്ക് തോന്നി വേദയെക്കുറിച്ച് വിക്രമിന് എന്തോ സംശയം ഉള്ളതുപോലെ, അല്ലേ അമ്മേ? അപ്പൊ ശ്രീജ പറയും എന്ത് സംശയം? നന്ദിനി എന്തിനാ ആവശ്യമില്ലാത്തൊക്കെ പറയണേ? ഞാൻ ചോദ്യം കേട്ടപ്പോൾ മനസ്സ് തോന്നിയത് പറഞ്ഞേ ഉള്ളൂ. എനിക്കൊരു സംശയം മണ്ണാകട്ടെ ഇല്ല. ഓഫീസിൽ വന്ന് കുറെ നേരം കാത്തിരുന്നിരുന്നു, അപ്പൊ നേരത്തെ പോയെന്നറിഞ്ഞു, അതുകൊണ്ട് ചോദിച്ചതാ. അപ്പൊ കമല പറയും മോളെ SP ഓഫീസിൽ പോയിരുന്നോ? സാറിനെ കണ്ടോ? എന്താ അവര് പറഞ്ഞത്? വേദ പറയും ഉവ്വമ്മേ, അവര് കാര്യങ്ങൾ അന്വേഷിക്കുന്നുണ്ട്, ഒട്ടും വൈകിക്കാതെ അച്ഛനെ കണ്ടുപിടിക്കാന്ന് അവര് പറഞ്ഞത്. എന്തെങ്കിലും സൂചന അവർക്ക് കിട്ടിയിട്ടുണ്ടോ? വേദ ഇങ്ങനെ വിക്രമിനെ നോക്കും, എന്നിട്ട് പറയും എന്തൊക്കെയോ സൂചന അവർക്ക് കിട്ടിയിട്ടുണ്ട്, അധികം വൈകാതെ അച്ഛൻ വീട്ടിലേക്ക് വരുന്ന എന്നോട് പറഞ്ഞത്. ഈശ്വര എത്രയും പെട്ടെന്ന് മാഷു വന്നാ മതിയായിരുന്നു. അപ്പൊ വേദ പറയും അമ്മ പേടിക്കണ്ട, അച്ഛനൊന്നും സംഭവിക്കില്ല, ദിവസങ്ങൾക്കുള്ളിൽ അച്ഛൻ തിരിച്ചെത്തും ഉറപ്പ്. അത് കേൾക്കുമ്പോ അമ്മയ്ക്ക് നല്ല സന്തോഷാവുന്നുണ്ട്. ഞാനൊന്ന് കുളിക്കട്ടെ എന്ന് പറഞ്ഞ് വേദ അവിടുന്ന് പോവാണേ. വേദയുടെ സംസാരവും എല്ലാം വിക്രം ഇങ്ങനെ ശ്രദ്ധിക്കുന്നുണ്ട്. ഇവളിപ്പോ SP കാണാൻ പോയത് എന്നൊക്കെ ഇങ്ങനെ വിചാരിച്ച് നിൽക്കുന്ന വിക്രമിനെ കാണിച്ചുകൊണ്ടാണ് ഈ ഭാഗം കഴിയുന്നത്. അതിനുശേഷം പിന്നീട് കാണിക്കുന്ന ഭാഗത്തിലെ വേദ സങ്കടത്തോടു കൂടെ വിക്രമിൽ നിന്നും അകലാൻ ശ്രമിക്കുന്ന ചില ഭാഗങ്ങളൊക്കെ ആട്ടോ. അപ്പോൾ ആ ഭാഗത്തിനൊക്കെ കാത്തിരിക്കാം. റിവ്യൂ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ചാനൽ എല്ലാവരും ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. താങ്ക്